ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായ വലിയ വിജയം നേടി 10ാം ക്ലാസ്സിൽ പ്ലസ് ടുവിൽ വിവിധ ബോർഡ് പരീക്ഷകളിലൊക്കെയും വലിയ വിജയം നേടി ഈ നാടിൻ്റെ അഭിമാനങ്ങളായ എല്ലാ വിദ്യാർത്ഥിനികളെയും ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് നമ്മൾ നേടിയിരിക്കുന്നതല്ലേ. പ്രത്യേകിച്ചും ഈ വർഷം നമുക്കറിയാം, 10ാം ക്ലാസ് പരീക്ഷ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോൾ വലിയ ഉത്കണ്ഠയാണ് നമ്മൾ കണ്ടത്. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് പല പേപ്പറുകളും കൂടുതൽ ബുദ്ധിമുട്ടാവുകയും കുറച്ചുകൂടി അനലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. സോ അങ്ങനെ പ്രതിസന്ധികളൊക്കെ പരീക്ഷാ ഹാളിൽ പോലും നേരിടേണ്ടി വന്നപ്പോഴും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ തളരാതെ അതിനെ ഓവർകം ചെയ്ത് വലിയ വിജയം നേടുവാൻ സാധിച്ച വിദ്യാർത്ഥിനികളാണ് ഇന്ന് എനിക്ക് മുന്നിലുള്ളത്. അതിൽ തീർച്ചയായിട്ടും അവരുടെ പല വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനവും ചിട്ടയോടെയുള്ള പരിശ്രമവും തങ്ങളുടെ മറ്റു പല സന്തോഷങ്ങളും ആനന്ദവേളകളും ഒക്കെ വേണ്ട എന്ന് വെച്ച് പഠനത്തിൽ അക്കാഡമിക്സിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുവാൻ അവർ കാണിച്ച ശ്രദ്ധയുമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വലിയ വിജയത്തിലേക്ക് അവരെ നയിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ വന്ന ഒരു വലിയ മാറ്റവും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു പതിറ്റാണ്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തോട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ വലിയൊരു മാറ്റം നമ്മുടെ സ്കൂളുകളിൽ വന്നിട്ടുണ്ട്. ആ രീതിയിൽ അല്ലേ, കുട്ടികൾക്ക് കൃത്യമായ ശ്രദ്ധ നൽകുന്ന, പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയബേരി പ്രോഗ്രാമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ റിസൾട്ടിൽ വലിയ രീതിയിൽ നമ്മൾ പിന്നോക്കം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കുട്ടികൾ A+ നേടുന്ന, ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന ഒരു ജില്ലയായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു വിപ്ലവകരമായ മാറ്റത്തെ നമ്മൾ കൃത്യമായി അഭിനന്ദിച്ച് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അധ്യാപകരെ നമ്മൾ പല സ്കൂളുകളിലും പോകുമ്പോൾ, തിരൂർ സബ് ഡിവിഷനിലെ പല പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പോകുമ്പോൾ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അധ്യാപകർ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ബോർഡ് എക്സാമിൽ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ പ്രിപ്പറേഷന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെ, A+ നേടാൻ ശേഷിയുള്ള മുഴുവൻ കുട്ടികളെയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെന്നും, അല്ലേ, പരാജയത്തിലേക്ക് ഒരു കുട്ടി പോലും പോകരുത് എന്ന ശ്രദ്ധയോടുകൂടി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി, സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകി. അല്ലെ, അന്ന് നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല സ്പെഷ്യൽ ക്ലാസ്സിലൊക്കെ പോകാൻ, അവധി ദിവസങ്ങളിലും പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളിലും ക്ലാസ്സിൽ പോകാൻ. പക്ഷെ ഇപ്പം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ആ വലിയ സപ്പോർട്ട് നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് വിജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കളുടെ റോളും നമ്മളേറെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പല സ്കൂളുകളിലും PTA ഇടപെടലുകൾ, അല്ലേ, നമ്മൾ സംസ്ഥാന സർക്കാരാകട്ടെ തദ്ദേശ സ്ഥാപനങ്ങളാകട്ടെ നമ്മൾ വലിയ രീതിയിൽ പൊതുവിദ്യാലയങ്ങളിൽ ഇടപെടുമ്പോഴും അവിടെ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടായാൽ, വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് പെട്ടെന്ന് ആവശ്യമായിട്ട് വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് PTA അംഗങ്ങളാണ് എന്നുള്ള ആ ഒരു വലിയ സന്തോഷവും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. സോ ആ രീതിയിൽ തങ്ങളുടെ കുട്ടികളെ കേവലം സ്കൂളിലേക്ക് അയക്കുന്നതിനപ്പുറം സ്കൂളിലെ ഓരോ കാര്യത്തിലും, കുട്ടികളുടെ അക്കാഡമിക്കായ കാര്യങ്ങളിൽ, കലോത്സവങ്ങളിൽ, കായികമേളകളിൽ കുട്ടിക്ക് ആവശ്യമായ പൂർണ്ണമായ വ്യക്തിത്വ വികസനം നൽകുന്നതിൽ ഒക്കെ മാതാപിതാക്കൾ കൂടി സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന, സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം, പലപ്പോഴും തങ്ങൾക്ക് ലഭിക്കാതെ പോയ അവസരങ്ങൾ കൂടി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി മാതാപിതാക്കൾ കുട്ടികളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന, അവർക്ക് പ്രചോദനമായിട്ട് മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കൂട്ടായ്മയും അതിനോട് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള സർക്കാരുകൾ, അതേപോലെ നമുക്കറിയാം നമ്മുടെ സ്കൂളുകൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൈമാറിയ സ്ഥാപനങ്ങളാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയ സ്ഥാപനങ്ങളാണ്. സോ അവിടെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വിവിധ തലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളും ഈ ഒരു വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊരു ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. സോ ആ ഒരു വലിയ കൂട്ടായ്മയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന, ഏറെ മനോഹരമായിട്ട് ഇത്രയധികം വിദ്യാർത്ഥികളെ, 500-ൽ പരം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചത്. സോ ഇത്രയധികം വിദ്യാർത്ഥികളെ ഇത്ര വലിയ വിജയത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക് ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വേളയാണിത്. അതോടൊപ്പം തന്നെ അല്ലേ, ഈ ഒരു പ്രോഗ്രാമിന് 2 തലങ്ങളാണുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തെ ഏറ്റവും സമുചിതമായ രീതിയിൽ ആദരിക്കുക എന്നുള്ളതും, രണ്ടാമത്തേത് ഈ നാട് എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് നിങ്ങളിൽ വെക്കുന്നത്, അല്ലേ, നിങ്ങൾ ഓരോരുത്തർക്കും എത്രയധികം പൊട്ടൻഷ്യലാണുള്ളത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി ഒരു അവസരമായിട്ടാണ് ഈ ഒരു ചടങ്ങിനെ നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ,
ഒരു സെഷൻ കഴിയുകയുണ്ടായി അല്ലേ? നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം അത് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. സോ ആ രീതിയിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ന് നിങ്ങൾ നേടിയ വിജയം ഏറെ സ്തുത്യർഹമായ മനോഹരമായ ഒരു കരിയറിൻ്റെ ആദ്യ ചുവടുവയ്പ്പാകണം എന്നൊരു ലക്ഷ്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അല്ലേ? നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ പൂർണ്ണമായിട്ടും തെളിയിച്ചു കഴിഞ്ഞു. ഈ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളോട് മത്സരിക്കുന്ന A+കളുടെ എണ്ണം പകുതിയിൽ താഴെയായിട്ട് കുറഞ്ഞ ഒരു വർഷത്തിൽ ഏറെ മനോഹരമായിട്ട് ഇത്ര വലിയ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിച്ചുവെങ്കിൽ എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും ആ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ ആദരണീയനായ MLA ഉൾപ്പെടെയുള്ള സംഘാടകർ വിഭാവനം ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും